പാതി മാത്രം സത്യം കേന്ദ്രമന്ത്രിയെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച് പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തോട് നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ചരിത്രം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞത് പാതി സത്യമല്ല മുഴുവൻ സത്യമാണ് എന്നാണ്. കാരണം ഇപ്പോഴും ഈ അക്രമം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്നു. ഊരിയ വാള് ഉറയിലിടാൻ അവർ തയ്യാറാവുന്നില്ല. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം സംഘടനാപരമായി നടപടിയെടുക്കാവുന്നവരെ പറഞ്ഞു എന്നാണ് ജില്ലാ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് സംഘടനാപരമായ നടപടിയല്ലല്ലോ, അല്ലെങ്കിൽ ഇനി നടപടി എടുക്കും എന്ന് പറഞ്ഞു, എടുക്കുമോ എനിക്കറിയില്ല. ഏതായാലും ഈ സംസ്ഥാനത്തുടനീളം ഇവരാരംഭിച്ചിട്ടുള്ള ഈ അക്രമം, ആ അക്രമത്തിന് അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. അത് സമൂഹത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്തുന്ന പ്രചരണ പരിപാടികൾ ബി.ജെ.പി. ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് സമാധാന സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ആവശ്യമായ പണിയെടുക്കുമെന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോഴും CPIM-കാർ ഏകപക്ഷീയമായി ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അവർ ഭീകരവാദികളാണ്, LDF-ന്റെ ടെററിസം ഇവിടെ നടക്കുകയാണ് എന്ന പ്രചാരവേല മറ്റൊരു വശത്തു കൂടി നടത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. അതായത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഈ വശം കൂടി പറയുകയാണ്. അവരക്രമങ്ങൾ നിർത്തുന്നത് വരെ പ്രചരണം തുടരും. പൂർണ്ണമായും അക്രമം നിർത്തിയാൽ ആ സമയത്ത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കാര്യം ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇവിടെ വികസനം ആവശ്യമുണ്ട്, ഇവിടെ ടൂറിസം വേണം. അപ്പോ ഈ നാടിനെ കുറിച്ച് വളരെ വികലമായ ധാരണ രാജ്യത്തിന് ആകെ തന്നെ നൽകുന്ന പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല, അത് ചെറുക്കപ്പെടണമെന്ന്. അതായത് സർവകക്ഷി യോഗത്തിന്റെ പൊതുവികാരം എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൽ BJP-ക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു വികാരം എന്ന നിലയിലാണല്ലോ അങ്ങനെ അതിനെ പ്രാഥമികമായി കാണേണ്ടുന്നത്. പക്ഷേ BJP ചെയ്യുന്ന പണി എന്താണ്? ഇവിടെ വസ്തുതകളെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ വസ്തുതകളെ പകുതി പറയുകയോ ഒക്കെ ചെയ്ത് ഈ നാട് ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണ്. അതായത് ഉത്തർപ്രദേശിനേക്കാളും മധ്യപ്രദേശിനേക്കാളും ഹരിയാനയെക്കാളും രാജസ്ഥാനിനേക്കാളും ഒക്കെ കുഴപ്പം പിടിച്ച നാടാണ് എന്ന കള്ളം പ്രചരിപ്പിക്കുക വഴി ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനോജ് പറഞ്ഞാൽ അതിൽ പരമാർത്ഥമുണ്ട്. അതിനാണ് നിങ്ങൾ അരുൺ ജെയ്റ്റ്ലിയെ കൊണ്ടുവന്ന് ഇത് പറയിപ്പിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി കേന്ദ്രമന്ത്രിയാണ്, രണ്ട് സൈഡിലും ഇരകളുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ പക്ഷേ ഒരു സ്ഥലത്ത് പോയി മാത്രം കണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഈ വെട്ടിന്റെ കണക്കും കുത്തിന്റെ കണക്കും ഒക്കെ മാത്രം പറയുകയാണ്. ഇന്ന് രാജ്ഭവന് മുന്നിൽ ഇരകളുടെ വേറെ ഒരു പ്രതിഷേധം കണ്ടിരുന്നുവല്ലോ, അതിനെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. മന്ത്രിയാണല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം ഒരു നാടിനെ ആകെ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്. അതിന് നിങ്ങൾ ചൂട്ടുപിടിക്കുകയും. അദ്ദേഹം എന്താ പറഞ്ഞത്? രാജ്ഭവന് മുമ്പിൽ ഇരിക്കുന്നവരടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം ഇവിടെ ഇരയാക്കപ്പെട്ടവരോ ആക്രമിക്കപ്പെട്ടവരോ ആരുണ്ടെങ്കിലും അവരെ സന്ദർശിക്കാനോ സംസാരിക്കാനോ തയ്യാറാണ്. CPM നേതൃത്വം ഒരു പ്രോഗ്രാം വെക്കട്ടെ, അദ്ദേഹം വരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ, അദ്ദേഹം വരാൻ തയ്യാറാണ്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി അത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ കേരളത്തെക്കുറിച്ച് ഒരു മോശം ചിത്രം ഭാരതത്തിലെമ്പാടുമോ അല്ലെ ലോകത്തിലെമ്പാടുമോ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? ആ ഒരു ധാരണ ഈ എവിടെയെങ്കിലും ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാടാളത്വം കൊണ്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിൽ സംസ്കാരം കൊണ്ടും ഭീകര പ്രവർത്തനം കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. ആ സംസ്കാരവും ആ ധാരണയും ഇന്നും മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം ഇവർ പറയുന്ന പോലെ അന്തരീക്ഷമല്ല. ഞാൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഷെയർ ഇപ്പോൾ ഇഷ്യൂ ചെയ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എതിരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊച്ചി ആസ്ഥാനമായ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ന് അതിനുണ്ടായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച്, കേരളത്തെക്കുറിച്ച് ഇന്ത്യയിലോ ലോകത്തിലോ എവിടെയും തെറ്റായ ഒരു ധാരണയും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പോൾ അടുത്ത ദിവസം പത്രങ്ങളിൽ വരും, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അപേക്ഷകരുടെ എണ്ണം കൊണ്ട് അതിലുള്ള താല്പര്യമുള്ള, കാരണം കൊച്ചിയെക്കുറിച്ചോ അല്ല കേരളത്തെക്കുറിച്ചോ ഒരു തെറ്റിദ്ധാരണയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ അവരുടെ പ്രവൃത്തിയുടെ പരിണിതഫലമായിട്ട് ലോകം മുഴുവൻ ഉണ്ടാവുന്നതാണ്. അത് ഇവിടെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിന്റെ. ഞാൻ ചോദിക്കട്ടെ ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ഇപ്പോ 1970 മുതലുള്ള കണക്ക് ഇങ്ങോട്ട് എടുത്താൽ ഏറ്റവും കൂടുതൽ ഈ കൊന്നതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആളുകളാണ്. ഏറ്റവും കൂടുതൽ കൊന്നതു നിങ്ങളാണ്. പക്ഷെ ആ കണക്ക് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴും തന്റെ ഇടമില്ലാത്തതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ കഴിഞ്ഞ കുറെ മാസങ്ങളിലെ കണക്ക് മാത്രം പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മുഴുവൻ കണക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി എണീറ്റ് പോകുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് ധീരതയോടെ പറയാൻ കഴിയുമോ 1970 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കാം, അതിൽ ഏറ്റവും കൂടുതൽ ചത്തതാരാണ് എന്ന്, അതിൽ ഏറ്റവും കൂടുതൽ കൊലയാളികളാക്കി പിടിക്കപ്പെട്ടതാരാണ് എന്ന് കണക്ക് വെച്ച് ചർച്ച ചെയ്യാൻ?
ധൈര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടോ ബി ജെ പിയിൽ? നിങ്ങളത് പറയില്ല സൗകര്യപൂർവ്വം. നിങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ 1.5 മാസത്തെ കണക്കും അതിലെ 3 CPIMകാരുടെ പങ്കാളിത്തത്തെ കുറിച്ചുമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇതൊക്കെ കണക്കുള്ളവരാണല്ലോ, ഇത് പ്രസിദ്ധീകരിക്കണം. ഇത് ഏത് പ്രദേശത്ത് ആര് ഉണ്ടാക്കിയ അക്രമം? ഇവിടെ ഇപ്പോ മനോജ് തന്നെ സൂചിപ്പിച്ചില്ലേ, ഇപ്പോ തിരുവനന്തപുരത്തുണ്ടായത് ഒരു രാഷ്ട്രീയ അക്രമവുമല്ല. പോലീസ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താ? രാഷ്ട്രീയ സംഘർഷം. അതിലാണ് എന്ന് FIR പറഞ്ഞിരിക്കുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നത് രാഷ്ട്രീയ സംഘർഷത്തിലാണോ, രാഷ്ട്രീയ വൈരാഗ്യത്തിലാണോ? അതല്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ 1970 മുതലുള്ള കണക്കെടുക്കാം. അതിൽ 969 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അതിൽ 527 ആളുകൾ CPIMകാരാണ്. കൊല്ലപ്പെട്ട മറ്റ് സംഘടനയിൽപ്പെട്ടവർ 442. ഇതിൽ RSS BJP പ്രവർത്തകർ 185 ഉണ്ട്. RSS BJP പ്രവർത്തകർ പ്രതികളായ കൊലപാതക കേസ്, CPIM പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് മാത്രം 205 ഉണ്ട്. അതാണ് പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് പറയുന്നത്. ആ കണക്ക് വെച്ചിട്ട് CPIM ഇവിടെ ആളുകളെ മുഴുവൻ കൊന്നെടുക്കുകയാണ്, ഞങ്ങൾ ഇരകളാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊന്തില്ല. അതുകൊണ്ട് നിങ്ങളത് പറയില്ല. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ 205 പേരെ RSSകാർ കൊന്നു. ആകെ മരിച്ചത് 550 ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ബാക്കിയുള്ള CPMകാരെ ആരാ കൊന്നതെന്നും കൂടെ പറഞ്ഞേ. ഈ CPMകാർ കണ്ണൂരി കോൺഗ്രസ്സുകാരെ കൊന്നിട്ടുണ്ട്, CPMകാര് മുസ്ലിം ലീഗുകാരെ കൊന്നിട്ടുണ്ട്, CPMകാർ SDPIക്കാരെ കൊന്നിട്ടുണ്ട്. CPIMകാർ കൊന്നിട്ടില്ല, CPIMകാർ പ്രതികളായിട്ടില്ല എന്നതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. CPIMകാർ പ്രതികളായിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ കൊന്നവരിൽ കൂടുതൽ, പ്രതികളാക്കപ്പെട്ടവരിൽ കൂടുതൽ നിങ്ങളാണ് രാധാകൃഷ്ണ മേനോൻ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇരകളല്ല, കൊലയാളികളുടെ പക്ഷത്ത് നിങ്ങളുടെ ആളുകളാണ് കൂടുതലെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ എന്തിനു മറച്ചു വെക്കണം? അത് നിങ്ങൾ എന്തിനു പറയാതിരിക്കണം? അത് പറയാൻ അരുൺ ജെയ്റ്റ്ലിക്ക് കഴിയാത്തത് 2 മാസത്തെ കണക്ക് പറയുകയാണ്. സുഹൃത്തെ, ഞാൻ നിങ്ങൾ പറഞ്ഞ കണക്ക് അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഈ 550 CPMകാർ കൊന്നതിലെ 205 പേരെ RSSകാർ കൊന്നെന്ന് പറഞ്ഞല്ലോ. ബാക്കിയുള്ള CPMകാരെ കൊന്നത് ആരാ? ആ സംഘർഷം ആരുണ്ടാക്കിയതാ? നിങ്ങൾക്ക് പറ ആ കണക്ക്. ആ സംഘർഷം ഇവിടെ CPM RSS സംഘർഷത്തിനപ്പുറത്ത് CPIMനെ ന്യായീകരിക്കലല്ല എന്റെ പണി. പക്ഷെ CPIMകാരാണ് കൊല്ലുന്നത്, നിങ്ങൾ ഈ രാജ്യത്ത് കൊല്ലപ്പെടുക മാത്രം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങാൻ പാടാണ്. ഞാൻ വരാൻ താങ്കളിലേക്ക്. നിങ്ങൾ വേട്ടയാടപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുകയും വിലപിക്കുകയുമാണല്ലോ. ഇവിടെ എല്ലാ തരത്തിലുമുള്ള സമാധാനത്തിന് വേണ്ടി എന്തിടപെടൽ വേണമോ അത് നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണല്ലോ RSS ചെയ്യുന്നത്. നിങ്ങൾക്കതിൽ ആത്മാർത്ഥതയില്ല എന്ന് സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ മോശമാണ് സാഹചര്യം. 2 മാസം കഴിഞ്ഞ യോഗി ആദിത്യനാഥിന്റെ കീഴിൽ 4000-ഓളം ബലാത്സംഗങ്ങളുടെ കഥയുണ്ട്, ലോക്കപ്പ് മർദ്ദനങ്ങളുടെ കഥയുണ്ട്, കലാപങ്ങളുടെ കഥയുണ്ട്. ഈ നാട്ടിൽ കലാപങ്ങളുടെ കണക്കെടുത്താൽ 0 അതിന്റെ കണക്കെന്ന് ഓർക്കണം. അപ്പോ ഇവിടെ തുലോം തുച്ഛം മാത്രം പ്രശ്നങ്ങളുള്ള ഇവിടേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, ഇവിടെ കുഴപ്പമാണെന്ന് നാടൊട്ടുക്ക് ചെണ്ട കൊട്ടി പറഞ്ഞു നടക്കുന്നത് ഇവിടേക്ക് കടന്നു വരാനുള്ള മറുമാർഗം തേടലായി തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രമസമാധാനത്തെക്കുറിച്ച് വലിയ ആശങ്കയുള്ളവരായിരുന്നുവെങ്കിൽ, സമാധാനത്തോട് വലിയ പ്രതിബദ്ധതയുള്ളവരായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന നാടുകളിൽ ആദ്യം പ്രശ്നം പരിഹാരം തേടിയേനെ, അവിടെ ആദ്യം രാഷ്ട്രപതി ഭരണം വരട്ടെ എന്ന് പറഞ്ഞേനെ. അത് പറയാതെ ബൈപ്പാസ് ചെയ്ത് നേരെ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ആകെ കുഴപ്പമാണ് കേട്ടോ, ഇവിടെ RSS വേട്ടയാടപ്പെടുകയാണ്, ഇവിടെ രാഷ്ട്രപതി വരട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ, അതിൽ നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അത് സംബന്ധിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഇവിടെ ശ്രീ K. സുരേന്ദ്രൻ വളരെ വാചാലനായി BJPയുടെ അക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോഴിക്കോട്ട് കൊല്ലാൻ ശ്രമിച്ചത് ആരായിരുന്നു? കല്ലെടുത്ത് ആക്രമിച്ചതിനെ കുറിച്ചിട്ടുള്ള കേസിന് ഇപ്പൊ എന്താ സംഭവിച്ചത്? അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ആ തരം കാര്യങ്ങളെ പോലും തമസ്കരിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പാർട്ടി ഭരണം, ആ പാർട്ടി ഭരണത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം. ഇവരിനിയിപ്പോ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ എതിർക്കുന്ന പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പോ ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രചരണത്തെക്കുറിച്ച്. പ്രചരണം തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രചരണം നടത്തുക. കാരണം CPMന് തിരിച്ചു പ്രചരണം നടത്താൻ അവകാശമുണ്ട്. ഈ പ്രചരണത്തിൽ കൂടി രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കട്ടെ, അതിനു പകരം അക്രമം ഇവിടെ അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് BJPയും RSSും ലക്ഷ്യമിടുന്നത്. അക്രമത്തിന് പകരം പ്രചരണമാണ് ഈ രാജ്യത്ത് അഭികാമ്യം, അതിന് ചർച്ചയാണ് അഭികാമ്യം. ആ നിലയിൽ ഈ കാര്യത്തെ നോക്കിക്കാണാൻ, പിന്നെ ദേശീയ തലത്തിൽ പ്രചരണം, അത് ദേശീയ തലത്തിലുള്ള സംഘടനയായതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ പ്രചരണം നടത്തും. ഇവിടെ ചോദിച്ചല്ലോ യോഗി ആദിത്യനാഥിന്റെ അവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ഭരണം
ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഭരണകക്ഷി നേരിട്ട് അക്രമം നടത്തുന്ന സംഭവം അത് ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയാ ഉള്ളത്? ഉത്തർപ്രദേശിൽ ഹിന്ദു യുവവാഹിനി എന്ന യോഗി ആദിത്യനാഥിന്റെ സംഘടന നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ കണക്ക് താങ്കൾക്ക് മുൻപിലേക്ക് ഞാൻ വേണമെങ്കിൽ വെച്ചു തരാം. അത് ഭരണകൂടത്തിന്റെ ഒത്താശയിൽ നടക്കുന്ന അക്രമമാണ്, ഗൂണ്ടാപ്പണിയാണ്. അത് നടക്കുന്നുണ്ട് അവിടെ ആണെന്ന് വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനിക്കലല്ല. ഹിന്ദു യുവവാഹിനി ആരുടെ സംഘടനയാണ്? ആരാണ് അതിന്റെ ഗോഡ്ഫാദർ? അത് വിടാം. അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെ കുറിച്ച് പറ താങ്കൾ. ഇനി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്തോ കുഴപ്പമാണെന്നാണല്ലോ ജെയ്റ്റ്ലി പറയുന്നത്. അവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയൂ. രാജസ്ഥാനിലെയും ഹരിയാനയിലെയും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയൂ. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് വേണമല്ലോ കേരളത്തെ ചൂണ്ടാൻ. അല്ലല്ല, ഒരു കാര്യം ചെയ്യുക, മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ യുപിയിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കോ. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. നിങ്ങൾക്കപ്പോ അതിനകത്ത് പറയാൻ മറുപടിയൊന്നുമില്ല. നിങ്ങൾക്ക് അതിനകത്ത് പറയാൻ മറുപടിയൊന്നുമില്ല. ഞങ്ങൾ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രചാരവേല നടത്തിക്കോളൂ. നിങ്ങളുടെ കുഴപ്പത്തെ കുറിച്ച് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ളൂ എന്നതാണ് താങ്കളുടെ ലൈൻ. അല്ലല്ലേ, കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച കേരളത്തിൽ നടത്തുന്നതിനെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? അത് ഇവിടെ IS റിക്രൂട്ട്മെന്റിനെ CPM പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലേ? CPM-ന്റെ കേന്ദ്രത്തിലല്ലേ ഏറ്റവും കൂടുതൽ? കണ്ണൂരിൽ നിന്നല്ലേ IS-ന് ആള് പോയത്? അങ്ങനെ ശരിയല്ല എന്ന് താങ്കൾ ചോദിച്ചാൽ അത് ശരിയാവില്ല. ശരിയല്ല എന്ന് താങ്കൾക്ക് ചോദിക്കാം. ഇതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. ആ രീതിയിൽ കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് IS-ലേക്ക് ആള് പോയി. ഈ കണക്ക് പുറത്തു വരുമ്പോ CPM ഇതിനെ ആശങ്കപ്പെടുന്നേ? CPM-ന് ഒത്താശയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM-ന്റെ ഒത്താശയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഏജൻസികൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ? നിങ്ങളിങ്ങനെ ഉപരവിപ്ലവമായി പറഞ്ഞു പോകാതെ അങ്ങനെ CPIM-ന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, എന്നിട്ട് വിചാരണ ചെയ്യ്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് പടപ്പിൽ തല്ലിപ്പോയി ഒരു കുഴപ്പമുണ്ടാക്കി ഒരു പുകപറ ഇങ്ങനെ നിർത്തി പോകാമെന്നല്ലല്ലോ. ഇവിടെ പകൽ CPM-ഉം രാത്രിയിൽ IS-ഉം ആവുന്നവർ ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തണം. ആ നിലയിലുള്ള പ്രചരണം, ആ നിലയിലുള്ള പ്രവർത്തനം ഏതെങ്കിലും മേഖലകളിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അത് പറയാൻ എന്താ BJP-ക്ക് അവകാശം? നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ കണക്ക് പറയുമ്പോ അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയേണ്ടി വരും. അതിനെക്കുറിച്ച് നിങ്ങൾ പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കേവല വാചാടോപം, അതാണ് നിങ്ങൾക്ക് താല്പര്യം. നിങ്ങൾ കണക്ക് വെച്ച് ചർച്ച ചെയ്യാൻ അത് അരുൺ ജെയ്റ്റ്ലി ആയാലും താങ്കളായാലും ആരും തയ്യാറല്ല. വസ്തുതകൾ അന്വേഷിക്കാൻ, ചരിത്രം പരിശോധിക്കാൻ ഒന്നും നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് ഇത്തരം പ്രസംഗങ്ങളാണ് ആവശ്യം. അത് പറയുക, ആവശ്യമായ ഒരു പ്രതലം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കണക്കിനെ കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വക കാര്യങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടാണോ ഇവിടെ വന്നിത് പറയുന്നത് എന്ന് അരുൺ ജെയ്റ്റ്ലിയോട് ചോദിച്ചാൽ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ്. അല്ല, IS-ഉമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇവിടെ ഇല്ല, ലവ് ജിഹാദ് ഇവിടെ ഇല്ല. ഇതൊക്കെ CPM-ന് പറയാൻ സാധിക്കുമോ? CPM-ന്റെ ഭരണകൂടത്തിന് കീഴിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ നടന്നത് എന്തൊക്കെയാ? ആ IS-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോ IS-ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിശ്രമം, ആ പരിശ്രമങ്ങളൊക്കെ പുറത്തു വരുമ്പോ അതിനെക്കുറിച്ച് പ്രചരണം ഉണ്ടാവുന്നതിന് ആശങ്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അതിനെ നേരിടാൻ സത്യസന്ധമായി ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യാനാണ് CPM-ഉം കേരളത്തിന്റെ ഭരണവും തയ്യാറാവേണ്ടത്. അതിനെക്കുറിച്ച് BJP പറയുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ RSS പറയുന്നു എന്ന് പറഞ്ഞ് ആളുകളെ അത് കേരളത്തിനെതിരെയുള്ള പ്രചരണമാണ്, കേരളീയ സമൂഹത്തിനെതിരെയുള്ള ആക്ഷേപമാണ് എന്നൊന്നും പറഞ്ഞാൽ ആരും ഭയപ്പെടില്ല. വീടുകളിൽ എത്തിക്കട്ടെ, ഞങ്ങളും എത്തിക്കാം. ഇതൊക്കെ ഓരോ വീട്ടിലും കൊടുത്ത് ഈ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ആരാണ് കുറ്റവാളികൾ. ഈ കണക്കുകൾ ഏതായാലും അവസാനമായി സമാധാനത്തിന്റെ കാര്യത്തില് രാധാകൃഷ്ണൻ സമാധാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് ആ മെഡിക്കൽ കോളേജ് അഴിമതിയും അതുപോലെ ഈ കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും ചർച്ച ചെയ്തുകൂടെ? അതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടി വളരെ ശക്തമായ ഒരു നിലപാടെടുത്തുകൂടെ? അതാണൊരു ചോദ്യം. ആ കാര്യത്തിൽ ഇന്ന് ചോദ്യം ചോദിച്ചപ്പോൾ പക്ഷേ അരുൺ ജെയ്റ്റ്ലി പോലും വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്ന നിലയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനമായി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ഒരു ചോദ്യം കൂടി. താങ്കൾ പറഞ്ഞതുപോലെ വീടുകൾ കേന്ദ്രീകരിച്ച് കണക്കുകൾ അവതരിപ്പിക്കട്ടെ, വസ്തുതകൾ ബോധ്യപ്പെടുത്തട്ടെ, രണ്ടുപേരുടെയും പ്രചാരണ പ്രവർത്തനം നടക്കട്ടെ എന്നാണ്. രണ്ട് കാര്യങ്ങൾ എടുക്കാം. ഒന്ന്, BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഭരണതലത്തിലെ വീഴ്ചയും നമ്മുടെ മുൻപിലുണ്ട്. അതിപ്പോൾ പ്രചാരവേലയൊന്നും വേണ്ട, എല്ലാവർക്കും മുൻപിൽ കണക്കുകളായുണ്ട്. മറ്റൊന്ന്, കൊലപാതകത്തിന്റെ കണക്ക് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് നിങ്ങളല്ല, നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ള പക്ഷത്തുള്ളവരാണ്. പ്രതികൾ കൂടുതലും നിങ്ങളാണ്. ഈ രണ്ട് വസ്തുതകളും കണക്കുകളായും വിവരങ്ങളായും ജനങ്ങളുടെ മുൻപിലുള്ളപ്പോൾ ഞങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്ന പ്രചാരവേല നിങ്ങൾ ആവർത്തിക്കുകയാണല്ലോ. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ
അല്ലെ ജനത്തിന് ഈ കണക്കൊക്കെ അറിയാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നേയില്ലേ? അദ്ദേഹത്തിന് ഫോൺ കട്ടായി. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ